ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2071. ഇന്ന് സെപ്റ്റംബർ മാസം 1-ാം തീയതി 244-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ 9-ാം മാസത്തിന്റെ ആദ്യ ദിനമാണ്. സുറിയാനി സഭയെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മ മറിയത്തിന്റെ ജനന പെരുന്നാള് 8-ാം തീയതിയാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മ ഓർമ്മകളിലൂടെ നമുക്ക് ഈ നല്ല ദിനം മുതൽ സഞ്ചരിക്കാം. എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചു എന്ന് മറിയത്തെക്കുറിച്ച് വിശുദ്ധ വേദം പോലും ഏറ്റവും ചുരുക്കി എഴുതുന്നുണ്ട്. എല്ലാം ഉള്ളിൽ ഗ്രഹിച്ചവൾ, എല്ലാം ഉള്ളിൽ സൂക്ഷിച്ചവൾ. മറിയത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രത്യേകത മറിയം ശീലിച്ച മൗനം തന്നെയാണ്. ശരിക്കും ആ മൗനത്തിന് എന്തുമാത്രം വലിയ വാക്കുകളുടെ ഒച്ചയുണ്ട്, ആരവമുണ്ട്. ആ നിശബ്ദതയ്ക്ക് എന്തുമാത്രം സുഗന്ധവും സൗന്ദര്യവുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു മൗനത്തിലേക്ക്, അങ്ങനെയൊരു നിശബ്ദതയിലേക്ക് ഇതുവരെയും അമ്മയോടൊത്ത്, അമ്മയുടെ മകനെ അന്വേഷിച്ച് ഒന്ന് എത്തിപ്പെടാനായിട്ട് എനിക്കും പറ്റാതെ പോകുന്നത്? ഈ ദിവസങ്ങളിൽ സാധിച്ചാൽ യോബിലേക്കൊന്ന് എത്തിയ നല്ലതാണ്. യോബിന്റെ പുസ്തകം പോലെ ഇത്രയും മനോഹരമായ കവിത പോലെയുള്ള ഗദ്യവും പദ്യവും എവിടുന്ന പിന്നെ നമുക്ക് കിട്ടുക? 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ യോബിന് സംഭവിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് 3 സ്നേഹിതന്മാർ അറിഞ്ഞിട്ട് സഹതപിക്കുവാനും അവനെ ആശ്വസിപ്പിക്കുവാനുമായിട്ട് അരികിലെത്തുന്നു. ദൂരെ വെച്ച് തന്നെ യോബിനെ കണ്ട അവർ തിരിച്ചറിഞ്ഞില്ലെന്നാ പറയാ. അത്രത്തോളം പ്രാകൃതനായി പോയിട്ടുണ്ടാവും ഈ യോബ്. അതുകൊണ്ട് അവർ ഉറക്കം നിലവിളിച്ചു. അവരുടെ വസ്ത്രം കീറി തലയില് പൂഴിവാരി വിതറി. പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്. 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. യോബിന്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാൻ ആവാതെ 7 രാവും പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു. ഒരക്ഷരം പോലും സംസാരിക്കാൻ ആവാതെ എന്നതിനേക്കാളും ഒരക്ഷരം പോലും സംസാരിക്കാൻ മുതിരാതെ, ശ്രമിക്കാതെ യോബിന്റെ അടുത്ത് നിലത്ത് അവർ മൗനം പാലിച്ചു. 7 രാവും പകലും. പരിശുദ്ധ അമ്മ മറിയത്തിന്റെ ജനന പെരുന്നാളിലേക്കും ശരിക്കും കണക്ക് കൂട്ടിയാൽ ഒരു 7 പകലും രാവുമൊക്കെ ഉണ്ട്. കുറെ കൂടി നമുക്കൊരു നിശബ്ദതയിലേക്ക്, മൗനത്തിലേക്ക് പോയാലോ എന്ന് വെച്ചാൽ ആ യാത്ര അവനവന്റെ ഉള്ളിലേക്കാണെന്നാണ്. ആ യാത്ര ഒടുവിൽ നമ്മളെ എത്തിക്കുക ഈ അമ്മ മറിയത്തിന്റെ മകനിലേക്കാണ്. അങ്ങനെ ഒരു യാത്ര നമുക്ക് അമ്മയോടുള്ള അപേക്ഷകളാലും മധ്യസ്ഥതയാലും നമുക്ക് സഞ്ചരിച്ചു തുടങ്ങാം. അതെ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച, സൂക്ഷിച്ച, ധ്യാനിച്ച അമ്മയെ കുറെ കൂടി നമുക്ക് ആദരവോടെ തൊട്ടറിയാം. ആമേൻ.